പമ്പയിൽ വിദേശ മദ്യം പിടികൂടി. മരാമത്ത് ഓഫീസ് കെട്ടിടത്തിൽ നിന്ന് 5 ലിറ്റർ വിദേശ മദ്യമാണ് കണ്ടെടുത്തത്. ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് അനധികൃത മദ്യശേഖരം പിടിച്ചത്. ആംബുലൻസ് ഡ്രൈവർ സജീഷിന്റെ 13 നമ്പർ മുറിയിൽ നിന്നാണ് മദ്യം കണ്ടെത്തിയത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ട്. അനന്തൻ, ഇത്തരം പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇങ്ങനെ അനധികൃതമായിട്ടൊക്കെ മദ്യം എത്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പല വിധത്തിൽ സഞ്ചരിക്കുന്നതാണ്. എന്തായാലും ഈ പരിശോധനകളൊക്കെ കർശനമാക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ടോ? ദിവിഷ്, പമ്പയും ശബരിമല സന്നിധാനവും ഒക്കെ അടങ്ങുന്ന പൂങ്കാവനം ലഹരി നിരോധിത മേഖലയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ മദ്യം പിടികൂടിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പമ്പ മരാമത്ത് ഓഫീസ് കെട്ടിടത്തിൽ പരിശോധന നടത്തിയത്. ആ കെട്ടിടത്തിലെ 13 നമ്പർ മുറിയിൽ നിന്നാണ് 5 ലിറ്റർ വിദേശ മദ്യശേഖരം പിടികൂടിയത്. ഈ മുറി ഉപയോഗിക്കുന്നത് സജീഷ് എന്ന ആംബുലൻസ് ഡ്രൈവറാണ്. ഇയാൾ 13 വർഷമായി ശബരിമലയിൽ പമ്പയിൽ ഈ ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില സംശയങ്ങളൊക്കെ ദേവസ്വം വിജിലൻസിനുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായി അവിടെ മദ്യവിതരണമൊക്കെ നടക്കുന്നതായിട്ട് വിവരമുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണവും അവിടെ നിന്ന് ചില രഹസ്യ വിവരങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഈ മദ്യം പിടിച്ചത്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾക്ക് ഈ പമ്പ കേന്ദ്രീകരിച്ച് ചില സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായിട്ടും ദേവസ്വം വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനൊരുങ്ങിയാണ് ദേവസ്വം വിജിലൻസ്. അതൊരു പക്ഷേ മറ്റ് ചില അഴിമതികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഈ മദ്യക്കച്ചവടം മാത്രമല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഇടപാടുകൾ കൂടി ഇയാൾക്കുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്.